ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. നമ്മൾ 2 ദിവസത്തിൽ പോയിട്ട് വരുന്ന പോലെയായിരുന്നു ഈ ഒരു ട്രിപ്പ്. എൻ്റെ ലോഗൗട്ട് കഴിഞ്ഞിട്ടാണ് പോയത്. രാവിലെ തന്നെ നമ്മൾ വിശപ്പ് കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ബെണ്ണെ ദോശയാണ് കഴിച്ചത് ഫ്രം ബെണ്ണെ ദോശ റെസ്റ്റോറൻറ്റ്. ഇവിടെ കയറിയോണ്ട് തന്നെ റിയൽ ബെണ്ണെ ദോശയുടെ ടേസ്റ്റ് എനിക്ക് അറിയാൻ പറ്റി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് 1-2 സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ബെണ്ണെ ദോശയ്ക്ക് ആക്ച്വൽ ടേസ്റ്റ് ഇതാണെന്ന് ഇതായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഈ നേച്ചറിൻ്റെ ഒരുപാട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ആ ഭംഗി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ബാംഗ്ലൂരിൽ ചൂടായതുകൊണ്ട് തന്നെ നമ്മളൊരു തണുത്ത പ്ലേസ് നോക്കി സെലക്ട് ചെയ്തതാണ് ഈ ഒരു പ്ലേസ്. പക്ഷേ ഡിസപ്പോയിൻറ്റിങ് എന്തെന്ന് വെച്ചാൽ ഇവിടെ ചൂടായിരുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യണ മുമ്പേ അവർ പറഞ്ഞു ലഞ്ച് കഴിക്കാനായിട്ട്. സോ ലഞ്ചിന് നമുക്ക് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ടാണ് പോയത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റൂമിൽ തന്നെ 2 കോട്ടാണുള്ളത്. 2 കോട്ടിൻ്റെ 2 ബെഡ്. ദാറ്റ് മീൻസ് ഇവിടെ തന്നെ 4 പേർക്ക് കിടക്കാം. പക്ഷേ നമുക്കത് അറിയില്ലായിരുന്നു. വി ഹാഡ് ബുക്ക്ഡ് 2 റൂംസ്. 2 റൂം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു റൂമിൽ AC ഉണ്ടായിരുന്നു, ഒരു റൂമിൽ AC ഇല്ലായിരുന്നു. നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു റൂമിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി വെച്ചതാണെന്ന്. ഇൻ കേസ് ആരെങ്കിലും സിംഗിൾ റൂമാണ് ബുക്ക് ചെയ്തെങ്കിൽ അവർ വിചാരിക്കില്ലേ ഇത് AC ഇല്ലാത്ത റൂമാണെന്ന്. ഇപ്പോൾ നമ്മൾ 2 റൂംസ് ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. എനിവേയ്സ്, ടീ ടൈം ആയിരുന്നു. സോ ടീയും കോഫിയും കുടിച്ചു. പിന്നെ ബജ്ജി ഉണ്ടായിരുന്നു. ടീയും കോഫിയും കൊള്ളായിരുന്നു, ബജ്ജിയും കൊള്ളായിരുന്നു. ആൻഡ് ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നമ്മളെടുത്തത് ഗ്ലാസ് ഫീറ്റ് റൂമായിരുന്നു. ആ റൂമിൽ പോലും AC ഇല്ലായിരുന്നു ഗൈസ്. നമുക്കൊരാൾക്കെങ്കിലും AC റൂമിൽ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് പിന്നെ അങ്ങനെ വിട്ടു. ആൻഡ് ടീ കോഫി കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രീം കാണാനാണ് പോയത്. ഇത് ആക്ച്വലി ഒരു കോഫി പ്ലാന്റേഷൻ ആയിരുന്നു. കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിലാണ് ഈ ഒരു റിസോർട്ടും വരുന്നത്. ആൻഡ് 500 മീറ്റേഴ്സ് നമ്മൾ നടന്നു പോകണം സ്ട്രീം കാണാൻ വേണ്ടി. സ്ട്രീമിൽ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ആ സ്ട്രീം ഗൈസ്. ചെറിയൊരു സ്ട്രീമാണ്. പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വാട്ടർ ഫ്ലോ ഉള്ള പോലെ തോന്നും. ആൻഡ് ഇനിയിപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കാം വാട്ടർ ഫ്ലോ അധികം ഇല്ലാത്തത്. പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. ആൻഡ് ഇനി ഒരു മെയിൻ കാര്യം എനിക്ക് പറയാനുള്ളത് ഈ 2 ഡോഗ്സിനെ പറ്റിയാണ്. ഈ 2 പട്ടികളും ഫ്രണ്ട്ലി ആയിരുന്നു. എന്തോ നേരത്തെ പരിചയമുള്ള ഓണേഴ്സിനെ പോലെയാണ് അവർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എനിക്ക് ഈ എക്കോ മൂവിയുടെ വൈബാണ് കിട്ടിയപ്പോൾ കൂടെ തന്നെ ഉണ്ട് ഗൈസ്. താഴെ വരുന്നവരെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം പോകാൻ നേരത്തും കൂടെ നിൽക്കുക. തോട്ടത്ത് നമ്മളൊരു 300 മീറ്റേഴ്സ് താഴോട്ട് വന്നാൽ നമുക്ക് ഈ സ്ട്രീം ഉണ്ടായിരിക്കും. സോ നല്ല രസമുണ്ട് വാക്കിങ്ങിനാണെങ്കിലും. നാളെ രാവിലെ ഒരു പ്രാവശ്യം കൂടെ വരാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ സൺറൈസ് കാണാൻ പറ്റുമായിരിക്കും. സോ അതും കൂടെ ഞാൻ ഇടാം. സോ ഇത് നമ്മൾ കാടല്ല, ഈ കോഫി പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ഗുഡ്. സോ നൈസ്. ആരുമില്ല, നമ്മൾ 4 പേരേ ഉള്ളൂ. രസമുണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ. കോഫി പ്ലാന്റേഷൻ്റെ ഇടയിൽ നടക്കുമ്പോൾ ഒറ്റ പേടിയുള്ളൂ, പാമ്പിൻ്റെ. അത് മാത്രമേ പേടിയുള്ളൂ. അതർവൈസ് ഐ ആം ചിൽ. എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും എങ്ങനെ നടക്കാം. പിന്നെ ഇവിടെ നിന്നൊരു വേറൊരു ചെറിയ റോഡുണ്ട്. ഇതെങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. ഇത് റോഡാ എനിക്കറിയില്ല. സോ പ്രൈവറ്റ് സ്ട്രീം. ഇല്ല, നാളെ രാവിലെ വേറെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ പോവാം. സോ വേറൊരു ചെറിയ റോഡ് കൊണ്ടുണ്ടായിരുന്നു. സോ നാളെ രാവിലെ പിന്നെയും പോകുന്നതായിരിക്കും. അപ്പം പോകുമ്പോൾ അവിടെ അല്ല ശുഭരാത്രിക്ക് ആയില്ല. കയറി വീഴുമ്പം കണ്ടതാണ് ഈ റൂമിൽ AC ഉണ്ടല്ലോ. ഇതെങ്ങനെ വന്നു? അവർ പറഞ്ഞത് ഒരു റൂമിൽ ടെസ്റ്റിങ്ങിന് വെച്ചാണെന്നല്ലോ. അവിടെ പോയി. സോ നൈസ് അല്ലേ, ക്യൂട്ട് ഡോഗ്സ്. അത് കഴിഞ്ഞ് ഈവനിങ് ടൗണൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്നു. റൂമിലോട്ട് വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ബോൺഫയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലൗഡ് മ്യൂസിക്കൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഈ സ്വീറ്റ് കോഫിയെ പറ്റിയുള്ള ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ആക്കിയാണ് ഇട്ടിട്ടുള്ളത്. സോ ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ ഈ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സൊക്കെ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. സോ അന്ന് രാത്രി ഈ കുട്ടി ഒറ്റയ്ക്ക് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ബാറ്റിംഗ് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ വാസ് ലൈക്ക് പിന്നെന്താ. സോ അങ്ങനെ 2 ഗെയിമും കളിച്ചിട്ട് ഡിന്നറും കഴിച്ചു. ഡിന്നറും അടിപൊളിയായിരുന്നു.
നെക്സ്റ്റ് ഡേ മോർണിംഗ് 6:30 വ്യൂ ആണ് കേട്ടോ ഇത്. ആ സമയത്ത് അധികം മിസ്റ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 7:30 ആയപ്പോഴേക്കും ഈ ഫോഗൊക്കെ വന്ന് അടിപൊളി ക്ലൈമറ്റായി. പക്ഷെ ഈ ഫോഗും അധികം നേരം നിന്നില്ല, വേഗം തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയി. ഒരു ഫോറസ്റ്റിനിടയിൽ നിന്നിട്ട് നമ്മൾ ഈ വ്യൂവും കണ്ടിട്ട് ടീ കുടിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ഡിഫറെൻറ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ലെമൺ റൈസ്, ചട്നി, പൊട്ടാറ്റോ കറി, കേസരി, പപ്പായ, വാട്ടർമെലൺ, ടീ, കോഫി, പിന്നെ പൂരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് കഴിച്ച ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇന്നലെ ആഫ്റ്റർനൂൺ കഴിച്ച ബിരിയാണി, നൈറ്റ് കഴിച്ച ഫുഡും ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് സ്പെഷ്യലി പറയാനുള്ളത് ആ കേസരി, ഇറ്റ് വാസ് റിയലി മെൽറ്റിംഗ്. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി ടൂർ എടുത്തു. ഇവിടെയും ഒരുപാട് VIP റൂംസൊക്കെ ഉണ്ട്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നോക്കിയെടുക്കും. ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഒരു ഗുളിക ദേവകള ഗുടി, ഗുളിക, ഇവിടെ ഒരു ടെമ്പിൾ. ശരിക്കും നമ്മളിങ്ങനെ ഒരു ടെമ്പിൾ എക്സ്പെക്ട് ചെയ്തതല്ല. യൂഷ്വലി ഗുളികാദേവിയുടെ ടെമ്പിൾ നമ്മൾ കൂടുതലും കാണാറ് മാംഗ്ലൂർ, ഉടുപ്പി സൈഡിലാണ്. ബിക്കോസ് എൻ്റെ ബ്രദർ ഇൻ ലോ ഫ്രം മാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഗുളികാദേവയുടെ പറ്റി അങ്ങനെയാണ് അറിവുള്ളത്. ഈ കാന്താര മൂവിയിലും ഗുളികാദേവ പറ്റി പറയുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ചിക്മംഗ്ലൂരിൽ ഈ ഒരു ടെമ്പിൾ എക്സ്പെക്ട് ചെയ്തതല്ല, ബട്ട് ഇറ്റ് വാസ് റിയലി എ ബ്ലെസ്സിങ്. ഞാൻ ഇതിൻ്റെയും ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനൽ. ചോടേശ്വരി ഗുളികൻ്റെ ടെമ്പിളായിരുന്നു. ആൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ, അത് പ്രാർത്ഥിച്ച കാര്യം നടക്കുകയാണെങ്കിൽ തിരിച്ച് കുടുംബമായിട്ട് ഇവിടെ വന്ന് ദർശനം ചെയ്യണം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ അതും കഴിഞ്ഞിട്ട് ചിക്മംഗ്ലൂരിന് ബൈ ബൈ പറഞ്ഞിട്ട് വി ആർ ഹെഡിങ് ബാക്ക് ഹോം. ഇതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. പക്ഷേ വേഗം ടൈം പോയ പോലെ തോന്നി. ആ 1 ഡേ പോയത് പോലും അറിഞ്ഞില്ല. അങ്ങനെയായിരുന്നു ട്രിപ്പ്. സോ വീട്ടിൽ പോകുന്ന വഴി ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് വ്യൂവും കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നമ്മൾ ക്യാമറയിൽ കിട്ടില്ല. അത് സത്യമാണ്. ബിക്കോസ് ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ അടിപൊളിയായിരുന്നു. പക്ഷേ ക്യാമറയിൽ അത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഓർ കിട്ടി എന്ന് എനിക്കറിയില്ല. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാബ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ അവിടെ നമ്മൾ ദാബയിൽ ഫുള്ളായിട്ട് നമ്മൾ ഹള്ളിമണിയിൽ വന്നിരിക്കുകയാണ്. ഹള്ളിമണി അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ ബൈ ബൈ.